ഒന്ന് മുറുക്കി തരുമ്പടി ഇങ്ങനെ ഞെക്കി കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടാവും. ഒന്ന് മുറുക്കി തിരുമടി പോണ സർക്കസിന്. അച്ഛമ്മ ഈ സാഹചര്യത്തിന് മുതലെടുക്കരുത്. സാഹചര്യത്തിന് മുതലെടുക്കില്ല. എന്താ കിണിക്കണേ? എന്ത് കിണിച്ചൂടാൻ? സർക്കസ് കാണാൻ പോകുമ്പോഴേ വല്ല തിന്നാൻ തരുവാണെങ്കിൽ മുടിയും കൂടി ഞാൻ ഈ തല ഇങ്ങനെ മസാജ് ചെയ്ത് തരാം. വേണ്ട കേട്ടോ, മസാജ് ചെയ്യണ്ട. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കസിന് പോകാനുള്ള ടിക്കറ്റ് വേണിക്കൂട്ടൻ എടുക്കാൻ പോയിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? എന്റെ കുടുംബത്തിന്റെ കാര്യം പിന്നെ ഞാനല്ലേ നോക്കണ്ടേ? നീ എങ്ങനെ നോക്കണ്ട? അങ്ങനെ പറയുന്നത് അച്ഛമ്മ, അച്ഛന് കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും. നീയേ ഉള്ളൊരാണായിട്ട് നീ വേണം ഇവരെ കൊണ്ട് പോവാൻ. അതിനെ സർക്കസ് കാണാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ നീ പോവാത്തത്? എനിക്ക് PSC കുറെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, അവിടെ എനിക്ക് പോകാൻ സമയമൊന്നുമില്ല ഈ സർക്കസ് ഒന്നും കാണാൻ. നീ ഇവരെയും കൊണ്ട് സർക്കസിന് പോയിട്ട് PSCക്ക് പഠിച്ചാ മതി. എനിക്ക് പോകാൻ മനസ്സില്ല. ഇത് എന്തോന്നാ? പോയേ പറ്റൂ. ഇതിനെ താത്തമ്മ നിർബന്ധിക്കുന്നുണ്ടോ? എടാ, ഇവന് താല്പര്യം ഇല്ലെങ്കിൽ ഇവൻ വരണ്ട. നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നാലും താടാ. എനിക്ക് എങ്ങനെ വരാൻ സമയം കിട്ടും? എനിക്ക് അത്യാവശ്യമായിട്ട് തലക്കച്ചോടായിട്ട് കുറെ കാര്യങ്ങൾ ഓടാൻ പോകണ്ടേ? അങ്ങനെ ഇപ്പൊ എനിക്ക് അച്ഛന്റെ കാശിന് സർക്കസ് കാണാൻ പോകണ്ട. വാശിയ? വാശിയ. അമ്മേ കേട്ടല്ലോ, ഇവനിപ്പോ വേറെ PSCക്ക് പഠിക്കാൻ വേണ്ടിയൊന്നും അല്ല, അച്ഛന്റെ പൈസക്ക് ഇവന് സർക്കസിന് പോകാൻ പറ്റുകയല്ലെന്ന്. അപ്പൊ പുണ്യം അച്ഛനോട്. കൊഞ്ചിച്ച് തലേ കയറ്റി വെക്കുമ്പോ ആലോചിക്കണായിരുന്നു. അവൻ വരണ്ടെങ്കിൽ വരണ്ട അച്ഛാ, ഞങ്ങള് ഒറ്റയ്ക്ക് വെക്കോളാം അല്ലേ അച്ഛമ്മ? അങ്ങനെ പ്രായപൂർത്തിയായ പെമ്പിള്ളേർ ഒറ്റയ്ക്ക് സർക്കസിന് പോകണ്ട. എന്താ പ്രായപൂർത്തിയായ പെമ്പിള്ളേർക്ക് കൊമ്പുണ്ടോ? കൊമ്പുണ്ടോ തുമ്പിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അവൻ കൂടെ വന്നില്ലെങ്കിൽ ഇവിടുന്ന് ആരും പോകണ്ട. എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരടാ? ഞാൻ പോവും. പോയിക്കോ, പക്ഷെ ബാക്കിയുള്ളവരാരും ഇവിടുന്ന് പോകത്തില്ല. അതെന്താ ഞങ്ങള് പോയാ? പോകത്തില്ല, അതെന്റെ തീരുമാനമാ. അച്ഛ കാരണം പറ. കാരണം പോകണ്ട, അത്രേ ഉള്ളൂ. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. അവൻ എവിടെയും പോവാ, ഞങ്ങൾക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല. അവൻ എവിടെ പോകുന്നു വരുന്നു എന്നുള്ളതൊന്നും അല്ല വിഷയം. അവൻ കൂടെ ഇല്ല, നിങ്ങൾ പോകുകയല്ല, അത്രേ ഉള്ളൂ. അച്ഛമ്മ, ഇത് ഭയങ്കര ബോർ പരിപാടി കേട്ടോ. അതെനിക്ക് ബോറായിട്ട് തോന്നുന്നില്ലല്ലോ. നിങ്ങൾക്ക് അത്രയ്ക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി അവനെ പറഞ്ഞിളക്കിക്കൊണ്ടു പോവാ, സമ്മതിക്കാം. ഞാൻ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കട്ടെ. എടി പോലൊടി തിരുമ്മേച്ചു കൂടി. വേണമെങ്കിൽ അങ്ങോട്ട് ചെരുപ്പ് തിരുമു. നിന്നെ വേണേ ഞാൻ കൊണ്ടുപോവാ, അവനറിയാതെ. വേണ്ട. ഞാനില്ലെങ്കിൽ നീയില്ല, എന്നെ കാണാൻ മണമില്ല, എൻ്റെ പേര് എന്ത്? വാ, ഓക്സിജൻ. കൊള്ളാലോ. ഞാനില്ലെങ്കിൽ നീയില്ല, എന്നെ കാണാൻ മണമില്ല, എൻ്റെ പേര് എന്ത്? ഓക്സിജൻ. നീ ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കണ? അല്ല, ഡാൻസ് കളിക്കുന്നുണ്ട്. എടാ അതെ, ചേട്ടാ നല്ല വെച്ചില്ല, മറിയും. ഞാൻ പല്ലും തേച്ച് 2 ചുയിങ്ങമും കഴിച്ചു. ചേട്ടൻ എന്നെ ഇഷ്ടല്ലേ? ചുക്കിട് വേണം. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എടാ സഞ്ജു, എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആങ്ങളമാരെ സിനിമയ്ക്ക് കൊണ്ടുപോകാറ്. അതിനൊന്നുമില്ലേ? എനിക്കൊന്നുമില്ല. എന്തുവാടാ അത് ചേച്ചി കൂടുതൽ നടന്ന് മെഴു കണ്ട സർക്കസ് കാണാൻ ഞാൻ വരത്തില്ല. ചേട്ടൻ PSC പഠിക്കണ്ടല്ലോ, PSC. അത് മാത്രല്ല, എനിക്ക് കുറച്ച് അഭിമാനമുണ്ട്. അഭിമാനം. അച്ഛൻ എന്നെ ആറ്റിട്ട് വിട്ടായിരുന്നു. അതുകൊണ്ട് ഇനി അച്ഛൻ ചെലവാക്കുന്ന ഒരു സാധനത്തിന് ഞാൻ വരൂ. ആ PSC ബുക്ക് കിടന്നേ. ഇതച്ഛൻ പൈസ ചെലവാക്കി മേടിച്ചല്ലേ, എന്തിനു നീ ഇത് ഉപയോഗിക്കണേ? ഇതച്ഛൻ പൈസ ചെലവാക്കി മേടിച്ചതേ എനിക്ക് PSC കിട്ടാനും ഈ സ്വത്തൊക്കെ അച്ഛന് കിട്ടാനും കൂടെ. അപ്പൊ ഞാനാണ് ഇവിടുത്തെ ബലിയാട് കേട്ടാ. പോക്കോ, ഞാൻ വരുന്നില്ല. പോ. അല്ലെങ്കിൽ ചേച്ചി, ചേട്ടൻ ഏറ്റവും വലിയ ചെടികളല്ലേ, നമ്മളൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ നിന്റെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. എന്നാ കൈ പിടിച്ചോ. ചേട്ടന്റെ കൈ ഇങ്ങനെ പിടിക്കല്ല. പുണ്ണി അവന് ജാടയാണ്, ജാടത്തിന്റെ ഭാഗം.
എടാ സഞ്ജു അല്ലെങ്കിൽ ഉണ്ടല്ലോ എടാ നിന്റെ ഇങ്ങോട്ട് നോക്കേ നിന്റെ ചെടികളൊക്കെ ഇടയ്ക്കൊക്കെ നനയ്ക്കണത് ഞാനും കൃഷ്ണയും കൂടിയിട്ടാണ് അത് നീ മറക്കരുതേ. ആരൊക്കെ ആരൊക്കെ ഞാനും കൃഷ്ണയും. ചെടിയുടെ മൂട്ടിപ്പോ തുപ്പുന്ന ചെടി തന്നെ അല്ല, മനസ്സിലായില്ലേ? ഇത് ഞണക്കേ വന്നേക്കുന്നു രണ്ടെണ്ണം കൂടെ. അത് ചേച്ചി എന്ത് ജാടെ നീ വരില്ലേ? വരില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കും, നീ വരില്ലേ? വരില്ല. വരില്ല. വരാൻ മനസ്സില്ല. അവസാനമായിട്ട് ചോദിക്കാ, വരൂ? മൂളനെ എന്ത് മനസ്സിലായി? എന്നാ പൊക്കൂടെ? വാ തുറന്ന് പറഞ്ഞൂടെ? ചൂടു. ചേട്ടൻ വരാന്ന് പറഞ്ഞാണ്. സോറി. നീ അവിടെ ഇച്ചിരി ചോര കുടിച്ചോട്ടെന്ന് ഓർത്തപ്പോ മൊത്തം ഊറ്റി കുടിക്കുക. വേണു പ്രകാശി, എന്തായി സംഭവം? എന്തായി? അടിപൊളി. ടിക്കറ്റ് എല്ലാം ഞാൻ കൊണ്ട് പുഷ്പ ഏൽപ്പിച്ചു, അവര് ഹാപ്പി. അതാണ് ഈ വേണിക്കുട്ടന്റെ ഐഡിയ. അടിപൊളിയാളാ. ആരും പ്രശ്നമായിട്ട് വരികയല്ലോ അല്ലേ? ഉറപ്പല്ലേ, ഒരു മനുഷ്യന്റെ 7 അയലത്ത് വരത്തില്ല. പ്രകാശി, 7 അയലക്കത്ത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാള് ഭാഗ്യം തൂക്കി വരുന്നുണ്ടല്ലോ പ്രകാശി. ചേട്ടാ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എവിടേക്ക് പോവാൻ? നീ എവിടേക്കെങ്കിലും പോ. ചേട്ടനാണെങ്കിൽ എവിടേക്കും പോ. ഞാൻ എവിടേക്കെങ്കിലും ഒന്നും പോകുന്നില്ല, ഇതെന്റെ വീടാ. ഇതെന്റെ കൂടി വീടാ. നിങ്ങൾ രണ്ടുപേരെ വീടല്ലേ അത്? ഇത് സരസ്വതമ്മയുടെ വീടത്. അത് പറയാ നീ ആരാ? ഞാനൊരു അഭ്യുദയകാംക്ഷി. ഞാൻ ചേട്ടന്റെ അനിയത്തിയല്ലേ? നീ എന്റെ അനിയത്തിയല്ല, കുനിയത്തിയല്ല. എന്നാ ചേട്ടന്റെ ചേട്ടനല്ല ചോട്ടനല്ല ആരുമില്ല. ആരുമല്ല, നീ പോ. ഞാൻ പോവും. എനിക്ക് അവിടെ അമ്മയുണ്ട്. പ്രകാശി, നിങ്ങൾ എന്ത് മണ്ടത്തരാണ് കാണിച്ചത്? എന്ത് പെണ്ണാണത്? ഒരു മര്യാദ വേണ്ടേ? ഞാനൊരു ചേട്ടനല്ലേ അവിടെ? എന്റെ പ്രകാശി, അവൾ ഈ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിയും. അയ്യോ, ആ സഞ്ജു ഒന്ന് കലിപ്പുണ്ടാക്കിയപ്പോ ഞാൻ വിചാരിച്ചു കുളമായിരുന്നു. അതെങ്ങനെയും രക്ഷപ്പെട്ടപ്പോ അടുത്ത പാരയും കൊണ്ടുവന്നു. വന്നേ, ഇവിടെ നിന്നാ ശരിയാവില്ല. വാ, നമ്മുടെ പ്ലാൻ മൊത്തം പൊളിയും. വന്നേ.